ടെക്സസിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസാണ്. അതിനെക്കുറിച്ചാണ്, ഒരു വിചിത്രമായ കേസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. രക്ഷിതാക്കളെ കൊലപ്പെടുത്താൻ 17-കാരനോട് AI ചാറ്റ്ബോട്ട് നിർദ്ദേശിച്ചു എന്നതാണ് ഈ കേസ്. ക്യാരക്ടർ AI എന്ന ചാറ്റ്ബോട്ടിനെതിരെയാണ് കേസ് നൽകിയിരിക്കുന്നത്. ഗൂഗിളിനെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. കേൾക്കുമ്പോൾ വിചിത്രമെന്ന് തോന്നുമെങ്കിലും സമീപ ഭാവിയിൽ ഇത്തരം കേസുകൾ സാധാരണമാവുമെന്ന് തന്നെ വേണം കണക്കാക്കാൻ. ഫോൺ, കമ്പ്യൂട്ടർ തുടങ്ങിയവയുടെ ഉപയോഗം കുറച്ചതിന്റെ പേരിൽ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നത് മതിയായ കാരണമാണെന്നാണ് ചാറ്റ്ബോട്ട് 17 വയസ്സുകാരനോട് പറഞ്ഞത്. മാതാപിതാക്കളുടെയും കുട്ടികളുടെയും ബന്ധത്തെ നശിപ്പിക്കുന്ന തരത്തിൽ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. കുട്ടികളിൽ ആത്മഹത്യാ പ്രേരണ, സ്വയം മുറിവേൽപ്പിക്കൽ, ലൈംഗികാസക്തി, ഒറ്റപ്പെടൽ, വിഷാദം, ഉത്കണ്ഠ, മറ്റുള്ളവരെ ഉപദ്രവിക്കൽ എന്നിവയ്ക്ക് ക്യാരക്ടർ AI കാരണമാകുന്നുവെന്നും കുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ പറയുന്നു. തന്റെ സ്ക്രീൻ സമയം മാതാപിതാക്കൾ പരിമിതപ്പെടുത്തിയതിൽ കുട്ടി ചാറ്റ്ബോട്ടിനോട് ആശങ്ക പങ്കുവച്ചിരുന്നു. അതിന് മറുപടിയായി മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ കാരണം കുട്ടി മാതാപിതാക്കളെ കൊന്നു എന്ന വാർത്ത കാണുമ്പോൾ അത്ഭുതം തോന്നാറില്ല എന്നായിരുന്നു മറുപടി. ഇത്തരം മറുപടികൾ കുട്ടികളുടെ മാനസിക നിലയെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നവയാണെന്നും ആരോഗ്യകരമല്ലാത്ത തലമുറയെ വാർത്തെടുക്കും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകാൻ തീരുമാനിച്ചത്. ഗൂഗിളിലെ മുൻ എഞ്ചിനീയർമാരായ നോം ഷംസീർ, ഡാനിയൽ ഡെ ഫ്രീറ്റാസ് എന്നിവർ ചേർന്ന് 2021 ക്യാരക്ടർ AI നിർമ്മിച്ചത്. മനുഷ്യന് സമാനമായി ആശയവിനിമയം നടത്തുന്നതിൽ ചാറ്റ്ബോട്ട് വലിയ പ്രചാരണം നേടുകയായിരുന്നു. എന്നാൽ ചാറ്റ്ബോട്ടിനെതിരെ മാതാപിതാക്കളും ആക്ടിവിസ്റ്റുകളുമടക്കം പിന്നീട് പരാതിയുമായി രംഗത്തെത്തി. ആ ശ്രേണിയിൽ ഏറ്റവും പുതിയതാണ് ടെക്സസിൽ രജിസ്റ്റർ ചെയ്ത ഈ പരാതി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.